മദ്യവും മയക്കുമരുന്നും ഒരു സാമൂഹ്യ തിന്മയായി പുതിയ തലമുറയെ കാർന്നു തിന്നുകയാണ്. ഇത് കേവലം കേരളത്തിൻ്റെ മാത്രം ഒരു വിഷയമല്ല, ലോകവ്യാപകമായി ലഹരി വ്യാപിക്കുന്നുണ്ട്. ആകാശമാർഗവും കടൽ മാർഗവും എല്ലാം രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. ഇതിൻ്റെ ചലനം കേരളത്തിലും കാണാം. അങ്ങനെ വരുമ്പോൾ അത് തടയാൻ എന്ത് ചെയ്യണമോ അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ലഹരി വ്യാപനം തടയാൻ പല പദ്ധതികളെ ആവിഷ്കരിക്കുന്നുണ്ട്. ശക്തമായ ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ പോലീസും എക്സൈസും നിതാന്തമായ ജാഗ്രതയിലുമാണ്. എന്നാൽ അതിലൊന്നും താല്പര്യമില്ലാത്തൊരു കൂട്ടരുണ്ട്. എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തുക എന്ന് ഊണിലും ഉറക്കത്തിലും സ്വപ്നം കാണുന്ന കോൺഗ്രസ് നേതാക്കൾ. അവർക്ക് മയക്കുമരുന്നിനെതിരായ പോരാട്ടങ്ങളിലൊന്നും ഒരഭിപ്രായവുമില്ല. എവിടെ ലഹരി കണ്ടാലും അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ തലയെ കെട്ടിവെച്ച് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ദുഷ്ടലാക്ക്. അന്വേഷണം പോലും വഴിതിരിച്ചു വിടാനും ഒരു മടിയുമില്ല. അതുമാത്രമല്ല, അവരുടെ ആശങ്ക നാടിന് ഗുണകരമാകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ അതിൽ മാത്രമാണ്. കുറച്ചു ദിവസമായി ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന പ്രശ്നം മുഖ്യമന്ത്രി ഡൽഹിയിൽ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. അതിൽ ഗവർണറും ഉണ്ടായിരുന്നു എന്നതും കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൽ പുതിയൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തിരിക്കാൻ സാധ്യതയുള്ളതുമായ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇതിൽ ഏറ്റവും പ്രശ്നം. കഴിഞ്ഞ ദിവസം നിയമസഭയിലും മുഖ്യമന്ത്രി എന്തിന് കേന്ദ്ര ധനമന്ത്രിയെ കണ്ടു എന്ന ലോകത്താർക്കും ഇല്ലാത്ത ആശങ്ക ഇദ്ദേഹം പങ്കുവച്ചു. അനൗദ്യോഗികമായി കണ്ടതാണെന്നും ഗവർണർ താൻ വിളിച്ചതാണെന്നും സഭയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടിയും കൊടുത്തു. മഞ്ഞപ്പിത്തമുള്ളവൻ്റെ കണ്ണുപോലെ കോൺഗ്രസ്സുകാർ ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തുന്നതെല്ലാം അവരുമായി ഒരു രഹസ്യബന്ധം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തോടെ ആയിരിക്കും എന്നും വെച്ച് നാട്ടിലെല്ലാവരും അങ്ങനെയാണ് എന്ന് ചിന്തിക്കരുത്. ശാഖയ്ക്ക് കാവലുന്നവരും കൂട്ടരും BJP നേതാക്കളുമായി ആരും അറിയാതെ കൂടിക്കാഴ്ച നടത്തുന്നത് പോലെയല്ല കൃത്യമായ നിലപാടുള്ളവർ രാജ്യത്തെ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതെങ്ങനെ? അവസരം കിട്ടിയാൽ BJP പോകുമെന്ന് തുറന്ന് സമ്മതിക്കുന്ന KPCC പ്രസിഡന്റിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരല്ലേ. അവർക്ക് നാട്ടിലെല്ലാവരെയും സംശയം ഇല്ലെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ.